I'm wearing traditional. Say hi. Hi guys. How are you all doing? എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വെൽക്കം. ആൻഡ് ഇന്നിപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ കാണാം I'm wearing traditionals. മൊത്തം മേക്കപ്പ് ഒക്കെ ചെയ്ത് സുന്ദരി മണിയായിട്ട് നിൽക്കുവാണ്. അപ്പം എന്താ നമ്മൾ ഫുൾ റെഡി ആയിട്ടുണ്ട് പോകാനായിട്ട്. ഞാൻ കോട്ടൊക്കെ ഇട്ട് റെഡി ആയി ഗൈസ്. അപ്പോൾ നമുക്ക് ഒരാളെ കാണിച്ചു തരാം. പൂജ, സേ ഹായ്. ഇത് എൻ്റെ ഫ്രണ്ട് പൂജ. ഷീസ് ഫ്രം പഞ്ചാബ്. 5 കൊല്ലമായിട്ട് എനിക്ക് അറിയുന്ന കുട്ടിയാണ്. ഇവിടെ ഇപ്പോൾ ബ്രാൻഫോർഡിലാണ് താമസിക്കുന്നത്. ബ്രാൻഫോർഡ് ഈസ് ലൈക്ക് 1.5 hours ഫ്രം where we live right now. അപ്പോൾ ഇത് പൂജ. റെഡി ആയിട്ട് നമ്മൾ ഏറെക്കുറെ ഇപ്പോൾ 1:30 മണിയായിട്ടുണ്ട്. നമ്മൾക്ക് ഇനി അമ്പലത്തിൽ പോകണം. അമ്പലം 2 മണിക്ക് അടയ്ക്കുന്നുണ്ട്. നിഗമനം ഇവിടുന്ന് 5 മിനിറ്റ് എടുക്കും. Let's see how it's gonna be. She was having a pant and top with her. This is my dress. She wore everything and now she looks like a South Indian. I'm looking like a Punjabi. Like I'm having a Punjabi suit wearing and I really look like a Punjabi and she is the Punjabi here and the South Indian here. Yeah, she literally looks like a South Indian right now. നോർത്ത് ഇന്ത്യൻ കൾച്ചർ ഫോളോ ചെയ്യുന്ന ടെമ്പിളായിരുന്നു ഇത്. അവിടെ വീഡിയോസ് അലൗഡ് അല്ലായിരുന്നു, അതുകൊണ്ട് ഒത്തിരി ഫുട്ടേജ് ഇല്ല അതിൻ്റെ. പ്രസാദം കണ്ടില്ലേ, ലഡ്ഡു ആണ് അവിടെ പ്രസാദം. അതും എടുത്ത് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. പിന്നെ അവിടെ ഫോട്ടോ സെഷനായി, വീഡിയോ എടുപ്പായി, ഡ്രോൺ പുറത്തലായി, എൻ്റെ പൊന്നെ. പിന്നെ ഒരു വീഴ്ചയാനങ്ങ് വീണു. അങ്ങനെ എല്ലാം കൂടെ ഒരു 3-3:30 ആയി. അപ്പോൾ നമ്മളിവിടെ ടെമ്പിളിൽ വന്നു. ഇപ്പം ഏറെക്കുറെ 3:30 ആവാറായി. 2 മണിക്ക് അമ്പലം അടച്ചാണ്. അയ്യോ ബ്രദർ, ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടാണോ ഗൈസ്? ഒരു തെറ്റ് ഞാൻ ചെയ്തത് വെറുതെ. പിന്നെ ഞങ്ങളുടെ സ്ഥിരം നാട്ടുനൃത്തമായ ഓട്ടപ്പിടുത്തം. അവൻ എന്നെ വെട്ടിച്ചോടുന്നു, അവനെ ഞാൻ പിടിക്കാനോടുന്നു. അങ്ങനെ എല്ലാത്തിനും ശേഷം ഞാൻ മടുത്ത് നിർത്തി. ഓട്ടപ്രദർശനമൊക്കെ കഴിഞ്ഞ് മടുത്തു ഗൈസ്. അപ്പോൾ നമ്മളെന്തായാലും അമ്പലത്തിൽ നിന്ന് പോവാണ്. എന്നെ നേരെ വീട്ടിലേക്കാണ്. ഫുഡ് അടിക്കാൻ 3 മണി ഒന്നും കഴിച്ചിട്ടില്ല. ഓക്കെ ഗൈസ്, സീ യു അറ്റ് ഹോം. മൊത്തത്തിൽ ദീപാവലി എന്ന് പറയുമ്പം എനിക്ക് ഒരുപാട് ഓർമ്മകളൊന്നും ഉള്ളതല്ല. ബട്ട് ഞാൻ കാനഡയിൽ വന്നപ്പോൾ ഇവിടെ ഒരുപാട് നോർത്ത് ഈസ്റ്റ് ആണ് കൂടുതൽ. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരേക്കാൾ കൂടുതൽ ഇവിടെ ഉള്ളത് അവർ തന്നെയാണ്. അപ്പൊ അവരുടെ ഒരു മെയിൻ സെലിബ്രേഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവരും ആഘോഷിക്കും. ഈവൻ ഇപ്പോ ഇവിടെ ആൾക്കാരുടെ എണ്ണം കൂടി കടകളിലൊക്കെ എഴുതി വെക്കില്ല ഹാപ്പി ദിവാലി ഒക്കെ ആയി. അത്രയും എന്താ പറയാ, അത്രയും ദീപാവലിക്ക് സ്പെഷ്യൽ പരസ്യങ്ങള് അങ്ങനെയൊക്കെ ലെവലിലേക്ക് ആയി തുടങ്ങി കാനഡ, മാറി തുടങ്ങി കാനഡ ഇപ്പോൾ. അപ്പോൾ അതും ഒന്ന്. പിന്നെ എൻ്റെ കൂടുതലും ഫ്രണ്ട്സ് നോർത്ത് ഇന്ത്യൻസ് ആണ്. അപ്പോൾ അവരൊക്കെ കൂടി നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് ദീപാവലി. പിന്നെ എൻ്റെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരും നോർത്ത് ഈസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ തൊട്ടടുത്ത് ഇപ്പോൾ പോയ അമ്പലം എന്ന് പറഞ്ഞാൽ അതും നോർത്ത് ഇന്ത്യൻ ടെമ്പിളാണ്. അത് നമ്മുടെ ഒരു അമ്പലത്തിൻ്റെ കൾച്ചറൊന്നും അല്ല അവിടെ. ബിറ്റ് ഡിഫറെൻറ്റ്. ഈ പറഞ്ഞ പോലെ തന്നെ പ്രസാദമൊക്കെ കൊടുക്കുക അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ എന്നാലും എന്താ പറയുക, കുറച്ചൊരു ഡിഫറെൻ്റ് ആണ്. എനിക്ക് നമ്മള് അമ്പലത്തിൽ കാണുമ്പോൾ എങ്ങനെയാ ഭഗവാനെ ഒത്തിരി അങ്ങ് വല്ലാതെ ഒരുക്കി വെളുപ്പിച്ച് അങ്ങനെയല്ലല്ലോ കാണുന്നത്. നമ്മളൊരു രൂപമല്ലല്ലോ കാണുന്നത്, ഒരു കല്ലേല് ചന്ദനം തേച്ച് അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്കൊരു ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്യാറുള്ളതല്ലാതെ വേറെ വലിയ ഡിഫറൻസ് ഒന്നും എനിക്ക് ഫീൽ ചെയ്യാറില്ല. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്നിപ്പോ നമ്മളിപ്പം ഇന്നത്തെ മെനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്കോട ആൻഡ് ചായ ആൻഡ് വാട്ട് else? ഇന്ന് ദീപാവലി സ്പെഷ്യൽ കൊടിയ കാറ്റാണ്. നല്ല കാറ്റെന്നൊക്കെ പറഞ്ഞാൽ മതിയായ കാറ്റാണ് ഇന്ന് നടക്കുന്നത്. ഒരു രക്ഷയല്ല. ഒരു രീതിയിൽ നമുക്ക് വേറെ ഒന്നിനും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. പക്ഷെ വെതർ വലിയ കുഴപ്പമുണ്ടായില്ല കുറച്ച് നേരം മുന്നേ വരെ. ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ്സ് ഗോണ ബി. ഇന്ന് റെയിനൊക്കെ ചെയ്താ. ഇന്ന് ദീപാവലി മാത്രമല്ല കേട്ടോ, നമ്മുടെ ഹാലോവീനും കൂടിയാണ്. അപ്പൊ പിള്ളേർക്ക് ട്രിക്ക് ഓർ ട്രീറ്റിന് പോകാൻ പറ്റുമെന്നുള്ളതാണ് ഇപ്പൊ എന്റെ ഒരു ടെൻഷൻ. ഭയങ്കര കാറ്റ്, ശ്വാസെടുക്കാൻ പോലും പറ്റാത്ത കാറ്റാണ്. നല്ല കാറ്റ്. നമ്മൾ കാണും. രാവിലെ കുളിച്ച് സെറ്റ് ചെയ്ത മുടിയാണ് എഴുപ്പ് തിരിച്ചിരിക്കുന്നത്. ജോലിയുടെ കുറച്ച് ആവശ്യമുള്ളത് കാരണം ഫുഡ് ഉണ്ടാക്കിയപ്പോൾ ഞാനവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് റെസിപ്പി വീഡിയോ ഒന്നുമില്ല ഇതിനകത്ത്. ബട്ട് പലതരം പക്കോടസ് ഉണ്ടായിരുന്നു. പൊട്ടറ്റോ, ഒനിയൻ, മേത്തി, അങ്ങനെ പല സാധനങ്ങളുടെ ഉണ്ടായിരുന്നു. ഒത്തിരി ഒന്നും ഇല്ലെങ്കിലും നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു വിത്ത് സം ദിയാസ്.
അപ്പോൾ ദിയയ്ക്ക് പകരം നമ്മൾ യൂസ് ചെയ്തത് ക്യാൻഡിലായിരുന്നു. നമുക്കുള്ള എല്ലായിടത്തും നിന്ന് തന്നെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. നടുക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരു പംകിൻ ഇരിക്കുന്നത് കണ്ടോ, അത് ഹാലോവീനാണ്. ആ യെല്ലോ ചട്നി കൂട്ടി പക്കോട് ഒരു അടിപൊളി ഐറ്റമായിരുന്നു. നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണം ആദ്യം ദൈവത്തിന് പൂജയ്ക്ക് വെച്ചു. പിന്നെ നമ്മൾ അവിടെ പൂജയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. കാരണം അത് റിലീജിയസ് ആയിട്ടുള്ള കാര്യം ആയതുകൊണ്ട് ഞാനത് ചെയ്യാത്തതാണ്. ബട്ട് നമ്മൾ പൂജ എല്ലാം ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഫുഡ് കഴിച്ചതെന്ന്. അപ്പോൾ നമ്മൾ രാവിലെ ടെമ്പിളല്ലേ, അവിടെ ഫയർ വർക്ക്സ് ഉണ്ടെന്ന് കേട്ടിട്ട് നമ്മൾ അതൊന്നും നോക്കാമെന്ന് വിചാരിച്ച് പോകണയാണ്. അറിയില്ല ഇതിപ്പോൾ കഴിഞ്ഞവരൊന്നും അറിയത്തില്ല. ബട്ട് എന്തായാലും നമ്മൾ വെറുതെ പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ ഒരാളുണ്ട് പാടി അവിടെ ഇവിടുന്ന് നേരം മിക്കവാറും ഹലോവിൻ പാർട്ടിക്ക് വന്നാൽ പോകുമായിരിക്കും. സോ നമ്മളിവിടെ ഫയർ വർക്കിന് വേണ്ടി വന്നേക്കാണ്. നമ്മളൊരു എന്താ പറയുക 20 മിനിറ്റ് നേരത്തെയാണ്, 9 മണിക്കാണ് ഫയർ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നവർ പറയണം. ചെറുതായിട്ട് ചാറ്റർമഴയൊക്കെ പെയ്യുന്നുണ്ട്. മഴ പെയ്യുമ്പോൾ ഫയർ വർക്ക് നടത്താൻ പറ്റുമോ? ഐ ഡോണ്ട് റിയലി നോ. എന്തായാലും ഇവിടെ നന്നായിട്ട് പാർക്കിംഗ് ഒക്കെ ഫില്ല് ആയി കിടക്കുകയാണ്. ഇഷ്ടംപോലെ ആൾക്കാരാണ് വന്നത്. ഒരു നല്ല കാര്യം എന്താണെന്ന് നമ്മൾ ഉച്ചയ്ക്ക് വന്ന് തൊഴുതത് കൊണ്ട് ഇപ്പോൾ കയറാനില്ലാന്ന് തീരുമാനിച്ചു. അത് നന്നായിട്ടാണ് എൻ്റെ ഒരു തീരുമാനം. ബിക്കോസ് ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ചെറിയ തിരക്കൊന്നുമല്ല, ഹെവി തിരക്ക്. ഒന്നാമത്തെ കാര്യം നമ്മൾ ഈ നാട്ടിലൊക്കെ പോലെ അല്ലല്ലോ, ഇവിടെ ഈ അമ്പലം ഇരിക്കുന്നത് വണ്ടി കിട്ടില്ലാത്ത സ്ഥലത്താണ്. അതായത് ബസ് സ്റ്റോപ്പ് ഇല്ലാത്തൊരു സ്ഥലത്തായിരിക്കണം. അപ്പോൾ എല്ലാവരും കാറിലാണ് വരുന്നത്. ഈ വണ്ടിക്ക് എല്ലാം പാർക്ക് ചെയ്യാൻ സ്ഥലം വേണം. അതുപോലെ തന്നെ ഈ വണ്ടികളെല്ലാം റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാ സൈഡിൽ നിന്ന് സെക്യൂരിറ്റീസ് വെച്ചേക്കുന്നത്. മൊത്തത്തിൽ നമുക്ക് ഒരു എന്താ പറയുക ഒരു 5 മിനിറ്റോടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫയർ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ വി ആർ വെരി എക്സൈറ്റഡ് അബൌട്ട് ദാറ്റ്. ബിക്കോസ് നമ്മൾ ഒന്നാമത്തെ കാര്യം ഈ പറഞ്ഞ പോലെ തന്നെ ഫയർ വർക്ക്സ് ഒന്നും നാട്ടിൽ നിന്ന് പോകുന്നതിന് ശേഷം പടക്കം പൊട്ടിക്കണമൊന്നും കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള, അതായത് അമ്പലത്തിലൊന്നും പൊട്ടിക്കണം കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് റിയലി ഇൻട്രസ്റ്റ് ഉണ്ട്. ഫോണിനേക്കാൾ നന്നായിട്ട് നമ്മുടെ ഡ്രോൺ മച്ചാൻ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ വിഷ്വൽസ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ആ ഒരു പ്ലോട്ടിൽ നിന്ന് അത്യാവശ്യം ദൂരത്തേക്ക് മാറി ഇന്ന് ഡ്രോൺ എടുത്തേക്കണ വീഡിയോസാണ്. കാരണം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഡ്രോൺ പറത്തണത്. അതുകൊണ്ട് നമുക്കും ചെറുതായിട്ടൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഡ്രോണിനേക്കാളും കുറച്ചൊരു കളർ എനിക്ക് തോന്നുന്നു കാണാൻ പറ്റണത് നമ്മുടെ ഫോണിലത്തെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നണേ. ബട്ട് എനിവേസ് അതും ഒരു അടിപൊളി വിഷ്വൽ തന്നെയാണ്. ഞാൻ താമസിക്കുന്നത് ഒരു സ്റ്റുഡൻറ് സിറ്റിയിലാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എല്ലാവരും ഹാലോവീന് വേണ്ടി ഡ്രസ്സപ്പ് ആയിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ സ്ട്രീറ്റിലിറങ്ങി നമുക്കിങ്ങനെ ഓരോ ആൾക്കാരുടെ ഉടുപ്പുകളൊക്കെ കാണാൻ നല്ല രസമുണ്ടായി. പിന്നെ ആൾക്കാരുടെ കൂട്ടമുള്ളതെല്ലാം പബ്ബിൻ്റെ ചുട്ടിലായിരുന്നു. ഈ ഫിൽസും ഒരു പബ്ബാണ്. ചിലരൊക്കെ പ്രേതങ്ങളെ പോലെ ഡ്രസ്സപ്പ് ചെയ്യുമ്പോൾ, ചിലരൊക്കെ ഫണ്ണി ആയിട്ട് ഡ്രസ്സപ്പ് ചെയ്യും, ചിലരൊക്കെ സെക്സി ആയിട്ട് ഡ്രസ്സപ്പ് ചെയ്യും, ചിലരൊക്കെ ഭയങ്കര ക്യൂട്ടായിട്ട് ഡ്രസ്സപ്പ് ചെയ്യും. അങ്ങനെ നല്ല രസമാണ് ഓരോ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ. ഇത് അടുത്ത പബ്ബിൻ്റെ സൈഡിലുള്ള ക്യൂ ആണ് ഈ കാണുന്നത്. ഈ മനുഷ്യർ മുഴുവൻ ഇതിൻ്റെ ഉള്ളിൽ കയറി വേർത്തൊലിച്ച് ചീഞ്ഞ നാറ്റാണ് ഈ പബ്ബിൻ്റെ ഉള്ളിൽ. എൻ്റെ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ സിറ്റുവേഷനാണ്. ഞാൻ പബ്ബുകളിൽ അങ്ങനെ പോവാറില്ല. ഭയങ്കര ഒരു ചീഞ്ഞ വേർപ്പ് നാറ്റാണ് അതിൻ്റെ ഉള്ളിൽ. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല പബ്ബ്. ഇവിടുത്തെ ഒരു ഹാലോവീൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഡ്രസ്സപ്പ് ആവും, പബ്ബിൽ പോവും, വെള്ളം അടിക്കും. അതാണ് ഇവിടുത്തെ ഒരു എന്താ പറയുക രീതി. എനിക്കത് അത്ര ഫീസിബിൾ ഒരു പരിപാടി അല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യാറില്ല പൊതുവേ ഇത്. ഞാനിങ്ങനെ പരിപാടികൾക്കൊന്നും പോവില്ലെങ്കിലും എല്ലാവരും ഡ്രസ്സപ്പൊക്കെ ചെയ്തേക്കണ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് സ്ഥിരമായിട്ട് ഞങ്ങൾ എല്ലാ കൊല്ലവും ഹാലോവീന് ഒരു വണ്ടിയും കൊണ്ട് ഒരു കറക്കമുള്ളതാണ്. ഈ പറഞ്ഞ പോലെ എല്ലാവരും ഡ്രസ്സപ്പൊക്കെ ചെയ്തേക്കണ കാണാനും അവരുടെ അപ്പോഴത്തുള്ളൊരു വൈബും ഒക്കെ ഒരു പ്രത്യേക രസമാണ് കാണാൻ. നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു, ഒരു കുപ്പി പൊട്ടിച്ചു. പിന്നെ എല്ലാവരും കുറേ വർത്താനമൊക്കെ പറഞ്ഞു. അതിന് ശേഷം പോയി കയ്യിലുണ്ടായിരുന്നു കുറച്ച് കമ്പിത്തിരിയൊക്കെ കത്തിച്ചു. അതോടുകൂടി നമ്മുടെ ദീപാവലി ഹാലോവീനും എല്ലാം കഴിഞ്ഞു. നമ്മളത് കഴിഞ്ഞ് പിന്നെന്താ കിടന്നുറങ്ങി. ഒരു 4 മണി വരെ ഞങ്ങളെല്ലാവരും ഓണായിരുന്നു. അതിനിടയ്ക്ക് ഞാനും പൂജയും കൂടെ കൂടി കുറച്ച് റീൽസൊക്കെ എടുത്തു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു ബിലേറ്റഡ് ഹാപ്പി ദിവാലി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് ഓൺ ദിസ് വീഡിയോ. അപ്പോൾ ഹാവ് എ ഗുഡ് റെസ്റ്റ് ഓഫ് ദി ഡേ. ബൈ.